അത് വേണ്ടേ? അപ്പോൾ മോള് വേറെ ചോറ് മതി കേട്ടോ പറയണം. അപ്പോൾ നമുക്ക് ആ ചോറായിട്ട് തന്നെ ഒരു വെറൈറ്റി ചോറ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ എനിക്ക് പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ 5-6 വെളുത്തുള്ളി ജസ്റ്റ് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് എല്ലാതും. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം സോയ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ, ഞാൻ ഇട്ടിട്ടില്ല, എൻ്റെ കയ്യിലില്ലായിരുന്നു. പിന്നെ 2 എഗ്ഗ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ ചോറാണ്, നമ്മൾ റേഷൻ അരി ആയിട്ടുള്ള ചോറാണ് കേട്ടോ. ഈ ചോറ് ഇട്ട് കൊടുക്കുക, നമ്മൾ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇനി ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലായാലും പിന്നെ നമുക്ക് എല്ലാത്തവർക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു തട്ടിക്കൂട്ട് എഗ്ഗ് ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും മോക്ക് കൊടുത്തിട്ട് ഇനി ഓൾ അഭിപ്രായം നമുക്ക് കേട്ടോക്കാം. ഈ ചോറ് എങ്ങനെ ഉണ്ട്? അപ്പോൾ ഓൾക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ